ശക്തമായ മഴയിൽ മൂന്നാം ദിനവും താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതിനാൽ വയനാട് ഒറ്റപ്പെട്ട നിലയിലാണ്. മഴ കുറഞ്ഞാൽ ചെറിയ വാഹനങ്ങൾ കയറ്റിവിടാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേയിടത്ത് ശക്തമായ മഴയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. ഇതോടെ പൂർണ്ണ തോതിലുള്ള ഗതാഗതം സാധ്യമല്ലാതായി. വയനാട്ടിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് താമരശ്ശേരി ചുരമാണ്. ദൂരപ്രദേശത്തുൾപ്പെടെ യാത്ര ചെയ്യുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അത് ഇന്നലെ ഞങ്ങൾ വർക്കിന് വന്നിട്ടില്ല, ചുരടിച്ചത് കൊണ്ട്. അപ്പോൾ വീണ്ടും ഇന്ന് വന്ന് ഇവിടെ പെട്ട് കിടക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര. ഇവിടെ വരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട്, കൊച്ചും വൈഫും ഒക്കെ ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പോവാനും ഇതെല്ലാം. ബദൽ മാർഗങ്ങളായ കുറ്റ്യാടി ചുരത്തിലും നാടുകാണി ചുരത്തിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. കുറ്റ്യാടി പക്രംതളം ചുരത്തിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായതും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ റവന്യൂ മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. താമരശ്ശേരി ചുരത്തിൽ വിശദമായി പരിശോധന ആവശ്യമെന്ന മന്ത്രി. നാളെ രാവിലെയോടുകൂടി ഒരു ഡ്രൈ സ്പെൽ ഉണ്ടായാൽ ആദ്യം ചെറിയ വാഹനങ്ങളെ മോഡറേറ്റ് ചെയ്ത് വിടാം. പക്ഷെ വലിയ വാഹനങ്ങൾ വിടണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് വെള്ളം വരുന്ന സാഹചര്യത്തിൽ താഴത്തോട്ടേക്ക് ആ വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, റോഡിന്റെ താഴത്തേക്ക് ഈ പാറയുടെ ഭിത്തി വഴി വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂടി വേണ്ടിവരും. പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഏകോപനം സർക്കാർ നടത്തുന്നില്ല എന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. 26, 27, 28 3 ദിവസമായി കോഴിക്കോട് ജില്ലാ കളക്ടർ വന്നില്ല. നമ്മുടെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പലരും വന്നില്ല. വേണ്ടത്ര ഏകോപനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പലരെയും വിളിക്കുന്നുണ്ട്, പലരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഏകോപനം ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. കോഴിക്കോട് ജില്ലാ ഭരണകൂടം വേണ്ട ഏകോപനം നടത്തുന്നുണ്ട് എന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ബദൽ മാർഗങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ തുടരുമ്പോഴും വയനാടൻ ജനത അനുഭവിക്കുന്ന യാത്രാക്ലേശം ഇപ്പോഴും തുടരുകയാണ്. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ വയനാട് പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ട് 3 ദിവസം പിന്നിടുകയാണ്. ചുരം ബദൽ മാർഗങ്ങളെല്ലാം വാഗ്ദാനങ്ങളായി കടലാസിലൊതുങ്ങുമ്പോൾ ഒരു ജനതയുടെ യാത്രാമാർഗത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇനിയും അധികാരികൾ വയനാടൻ ജനതയ്ക്ക് മുമ്പിൽ കണ്ണു തുറന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1, വയനാട്.